പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ച് വിദ്യാലയത്തിൽ അക്വാപോണിക് സിസ്റ്റത്തിന് രൂപം നൽകി വിദ്യാർത്ഥികൾ. മതിലകം കൂളിമുട്ടം AMUP സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെ ഇക്കോ ബ്രിക്ക് നിർമ്മിച്ച് അജൈവ മാലിന്യ സംസ്കരണത്തിന് വേറിട്ട മാതൃകയാവുകയാണ്. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറച്ചാണ് ഇക്കോ ബ്രിക്ക് നിർമ്മിക്കുന്നത്. ഏകദേശം 350 ഗ്രാമിന് മുകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഓരോ ഇക്കോ ബ്രിക്കിലും ശേഖരിക്കുന്നു. ഏകദേശം 2000 ഇക്കോ ബ്രിക്കുകൾ നിർമ്മിക്കാനായി 700 കിലോയിലധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ വീടുകളിൽ നിന്നും സമീപത്തുള്ള MCMൽ നിന്നുമാണ് പ്ലാസ്റ്റിക് ശേഖരിച്ചത്. കുട്ടികളുണ്ടാക്കിയ ഇക്കോ ബ്രിക്ക് ഉപയോഗിച്ച് 1000 ലിറ്റർ വെള്ളം സംഭരിക്കാവുന്ന മീൻ വളർത്തൽ കുളവും ചെടിച്ചട്ടി വയ്ക്കുന്നതിനുള്ള സ്റ്റാൻഡുകളും സ്കൂളിൽ നിർമ്മിച്ചിട്ടുണ്ട്. കുളത്തിൽ 500ഓളം മീനുകളെ വളർത്തുന്നുമുണ്ട്. അക്വാപോണിക്സ് സസ്യപരിചരണവും ഇതോടൊപ്പം നടക്കുന്നു. അജൈവ മാലിന്യ പരിപാലനത്തിന്റെ പ്രാധാന്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനും പ്ലാസ്റ്റിക്കിന്റെ പുനരുപയോഗ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അധ്യാപകർ പറഞ്ഞു. ഉദ്ദേശമെന്ന് വെച്ചാൽ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നതാണ്. അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, നമ്മുടെ പരിസരത്തു നിന്നും അജൈവ മാലിന്യങ്ങളെ നീക്കം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് ആരംഭിച്ചത്. നമ്മുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ വീട്ടിലുണ്ടാകുന്ന എല്ലാ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വിദ്യാലയത്തിലോട്ട് ശേഖരിച്ച് 1 ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ശേഖരിച്ച് നിറയ്ക്കുക. ഒരു പ്രത്യേക രീതിയിലാണ് അത് നിറച്ചത്. എങ്ങനെ എക്കോ ബ്രിക്സുകൾ ഉണ്ടാക്കി ആ എക്കോ ബ്രിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് എക്കോപോണിക് സിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടുണ്ടായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ സങ്കീർണമായിട്ടുള്ളൊരു പ്രശ്നത്തിന് വളരെ ലളിതമായിട്ടുള്ളൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന മത്സ്യങ്ങൾ നമ്മൾ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂൾ മാനേജർ PM അബ്ദുൽ മജീദിന്റെ ഭാവനയിൽ വിരിഞ്ഞ ആശയം കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഏറ്റെടുത്തതോടെ പദ്ധതി വൻ വിജയമായി. രാവിലെ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് CA മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനായി. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, വാർഡ് മെമ്പർ KK സഗീർ, പ്രധാനാധ്യാപിക KP അജിത, സ്കൂൾ ലീഡർ മുഹമ്മദ് റഫാൻ, അധ്യാപകൻ VS സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. അളവ് കൂട്ടുകയും ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ കാർബണും അതുപോലെ ബന്ധപ്പെട്ട മൂലകങ്ങളുടെയും അളവ് തുല്യമാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് രോഗം എങ്ങനെ സൃഷ്ടിക്കാൻ കഴിയുന്ന അതിലൊരു പക്ഷേ വ്യവസായ നഗരങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ ഒക്കെ തള്ളുന്ന പുകയൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം ഇക്കാര്യത്തിൽ നന്നായി മുന്നോട്ട് പോവുകയാണ്. ആ മുന്നോട്ട് പോകലിന്റെ ഒരു നല്ല അടയാളപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സ്കൂളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ചിലപ്പോൾ ഒരു പക്ഷേ മാനേജ്മെന്റ്, അതിന്റെ HM, ബന്ധപ്പെട്ട ആളുകളെല്ലാം സഹായിച്ചിട്ടുണ്ടാവും.